എവിടെ നിന്ന് വന്നു, എവിടെ നിന്ന് തുടങ്ങി, എവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്നൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല. എവിടെ നിന്നോ ഒരു അഖിൽ പൊട്ടി വീണു. അല്ലാണ്ട് ഇപ്പോൾ അഖിലിൻ്റെ വീഡിയോ കേരളത്തിലുള്ളവർ മുഴുവൻ കണ്ടവരൊന്നല്ല. ഈ പറഞ്ഞ ഞാൻ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനെ പറ്റിയിട്ട് അന്വേഷണം തുടങ്ങിയത്. അപ്പോൾ ഈ അഖിലിൻ്റെ കുടുംബത്തിനെ കുറിച്ച് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇടത്തരം കുടുംബത്തെക്കാളും താഴെയാണ് അഖിലിൻ്റെ കുടുംബം. അഖിലിൻ്റെ കുടുംബത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഒരു റേഷൻ കടയാണ്. അച്ഛൻ റേഷൻ കടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ അന്നത്തെ കാലത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് റേഷൻ കടയിൽ. ആ റേഷൻ കട തന്നെ ഒരുപാട് ദാരിദ്ര്യമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഒറ്റമുറി വീട്ടിൽ നിന്നാണ് ഈ അഖിൽ ഈ കാണുന്നതെല്ലാം സമ്പാദിച്ചത്. ഈ അഖിൽ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് പഠിക്കാൻ നല്ല മിടുക്കനാണ്, ഭയങ്കര ബുദ്ധിമാനാണ് അദ്ദേഹം. നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. ഒരു ചീത്ത സ്വഭാവം ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഒരു പാവാണെന്ന് പറയുന്നുണ്ട്, പഞ്ചപാവാണെന്ന് പറയുന്നത്. നമ്മൾ അന്വേഷിച്ചിടത്തൊക്കെ അറിഞ്ഞത് പഞ്ചപാവ. ഒരു ക്രിമിനലോ ഒരു ദുഷ്ടനോ അല്ലെങ്കിൽ ഒരു സ്റ്റാഡിസ്റ്റോ അങ്ങനെയുള്ള യാതൊരു ദോഷങ്ങളും ഇല്ല ആൾക്ക്. അങ്ങനെ നല്ലൊരു സാധു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പഠിച്ചിട്ടാണ് അയാൾക്ക് മർച്ചൻ്റ് നേവിയിൽ ജോലി കിട്ടിയത്. പക്ഷെ ആ ജോലിയായിട്ട് ആൾക്കാണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞില്ല. നല്ല ശമ്പളമുള്ള ജോലിന് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞില്ല. മൂപ്പരെ മനസ്സ് മുഴുവൻ ഈ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ടിക്ടോക്ക് നന്നായിട്ടുണ്ട്. മൂപ്പര് ചെയ്യുന്ന പോണ സമയത്തൊക്കെ ടിക്ടോക്ക് നന്നായി ഇടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ സ്വാതന്ത്ര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ പറയണത് എന്താ വെച്ചാൽ, മർച്ചൻ്റ് നേവിയിലുള്ള ജോലിയുള്ള ഒരു വ്യക്തി, 2 ലക്ഷം രൂപയോളം ശമ്പളം മേടിക്കുന്ന ഒരു വ്യക്തി ആ ജോലി ഉപേക്ഷിച്ച് വീണ്ടും തിരിച്ച് ഈ ടിക്ടോക്ക് കളിക്കാൻ വരുമെന്നാണ്. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും. അതിപ്പോൾ നമ്മൾ അറിയാണ്ടായിരിക്കാം. നമുക്കറിയില്ല പ്രശ്നം ഉണ്ടായിട്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. ഒരു സുപ്രഭാതത്തിൽ മൂപ്പര് വീട്ടുകാരോടൊന്ന് പറഞ്ഞു, ഞാൻ ആ ജോലി ഉപേക്ഷിക്കുകയാണ്. വീട്ടുകാരും ഞെട്ടി. വീട്ടുകാരും മാത്രമല്ല, കൂട്ടുകാരും ഞെട്ടി, ബന്ധുക്കളും ഞെട്ടി, നാട്ടുകാരും ഞെട്ടി. ഇങ്ങനെ ജോലി കിട്ടാനായിട്ട് ആയിരങ്ങൾ തെണ്ടി നടക്കുക തേരാപാര. അത് നടക്കുന്ന സമയത്ത് പഠിച്ച് ഇത്രയും ജോലിയുള്ള വ്യക്തി ഇത് ഉപേക്ഷിക്കണമെന്ന്. അപ്പോൾ ഉപേക്ഷിക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടല്ലോ, അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ടിക്ടോക്ക് എടുക്കുന്നത് അവിടുത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അതെന്തും ആവട്ടെ, ജോലി ഉപേക്ഷിച്ച് വന്നിട്ടുണ്ട് ടിക്ടോക്കിൽ ആക്റ്റീവായി. ടിക്ടോക്ക് നിരോധിച്ചു. മൂപ്പര് വന്നോടുകൂടി ടിക്ടോക്ക് നിരോധിച്ചു. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും മൂപ്പര് റീൽസ് ഇട്ട് തുടങ്ങി, അങ്ങനെ സ്റ്റോറികൾ ഇട്ട് തുടങ്ങി, അങ്ങനെ അഭിനയത്തിലേക്ക് കടന്നു തുടങ്ങി, അങ്ങനെ അഭിനയം തുടങ്ങി. പിന്നെ കൊച്ചു തമാശ വീഡിയോകളിൽ നല്ലൊരു വരുമാനമുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലായതോടുകൂടി യൂട്യൂബിലേക്ക് മാറി, ഫേസ്ബുക്കിലേക്ക് മാറി, ആളങ്ങോട്ട് നിറഞ്ഞു നിന്നു. കുറച്ച് കൂട്ടുകാരും കൂടി, അങ്ങനെ ഇഷ്ടം പോലെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇട്ടു. പക്ഷെ അപ്പോഴും ജനങ്ങൾ മുഴുവൻ പിന്നെ കുറ്റപ്പെടുത്തണം. എന്താണ്, നല്ലൊരു ജോലി കളഞ്ഞു വന്ന് ഈ കൂതറ പണിക്ക് നിൽക്കേണ്ട വല്ല കാര്യമുണ്ട്. ആൾക്കാരൊക്കെ കളിയൊക്കെ ചെയ്യുക. ഇത് അല്ലെങ്കിൽ കളിയാക്കേണ്ട എല്ലാ അവസരങ്ങളും മൂപ്പരയിൽ ഉണ്ടാക്കി വെച്ചത്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ടിക്ടോക്ക് കളിക്കാനായിട്ട് ഇത്രയും നല്ലൊരു ജോലി തുടങ്ങി വേണ്ടാന്ന് വെച്ചിട്ട് ആരെങ്കിലും വരുമോ? അപ്പോൾ അതാണ് മൂപ്പര ക്യാപിറ്റൽ. ടിക്ടോക്കാണ് മൂപ്പര ക്യാപിറ്റൽ. അതിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിയതാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് യൂട്യൂബിൽ നിന്ന് ഇഷ്ടം പോലെ ആയിരങ്ങൾ വരുമാനമായി. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നിന്ന് വരുമാനമായി, പ്രൊമോഷനുകൾ ചെയ്തു തുടങ്ങി, അവിടെ നിന്ന് വരുമാനമായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റമുറി വീടൊക്കെ മാറി മൂപ്പര് വലിയൊരു ബംഗ്ലാവ് കെട്ടി, കാറ് മേടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഒരു പണക്കാരൻ്റെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് മാറി. നാട്ടുകാരെ കണ്ണ് തള്ളി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ ആ ജോലി വിട്ടത് നന്നായി മോനെ, നിനക്ക് ഇപ്പോൾ വളരെ നല്ലൊരു ജീവിതം കിട്ടിയില്ലേ, അവിടെ നിൽക്കാച്ചിട്ട് നിനക്ക് ഇതൊന്നും സമ്പാദിക്കാൻ പറ്റില്ല, നീ ഒരു ശമ്പളക്കാരനായി മാത്രം നിന്നേനെ, അതെന്തായാലും നിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് നീ മാറിയത് വളരെ നന്നായെന്ന് ഇപ്പം നാട്ടുകാരും പറയും. പക്ഷേ വീട്ടുകാർ ഇപ്പോഴും പറയണത് എങ്ങനെയാണ്, നീ ആ ജോലി ഉപേക്ഷിക്കേണ്ടായിരുന്നു, ഇതൊരു സ്ഥിര വരുമാനമല്ല, ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പിന്നെന്താ, മറ്റാച്ചെന്നുണ്ടെങ്കിൽ പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്, ജീവിതകാലം മുഴുവൻ നമ്മൾ സംരക്ഷിച്ചോളും, അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഇപ്പോഴും മണ്ണത്തറന്ന് തന്നെ ചെയ്തെന്ന് ഞാൻ പറയാം, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് ഇവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മേഘ അതേ സ്കൂളിൽ ഇവൻ്റെ ക്ലാസ്സിൽ പഠിച്ചു വരുന്നു. അന്ന് ഇവൻ മേഘനെ അറിയും. മേഘനെ അറിഞ്ഞിട്ട് മൂപ്പരന്ന് ഒരു ലൈനൊക്കെ ഇട്ടതാണ്, മേഘ ലൈൻ ഇട്ടതാണ്. പക്ഷേ 9ാം ക്ലാസ്സിലത്തെ ലൈനൊന്നും വലിയ ആയുസ് ഉണ്ടാകുന്നില്ല. 10ലെത്തിയോടുകൂടി 2 പേരും അങ്ങോട്ട് ഇങ്ങോട്ട് മാറുകയും ചെയ്തു. പിന്നെ കോളേജും മാറുകയും ചെയ്തു. അതങ്ങനെ അങ്ങോട്ട് പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പര് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസുകളിട്ട് വലിയ ഫേമസ് ആയി പാകാം. ഇവൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ആകെ ഒരു 2 കിലോമീറ്ററൊക്കെ ഉള്ളൂ അവിടെ മേഘയുടെ വീട്. അങ്ങനെ മേഘയായിട്ട്
പിന്നെ സോഷ്യൽ മീഡിയ കൂടി ഇനി പരിചയപ്പെടുന്നത്. അപ്പോൾ പഴയ പരിചയം സ്കൂൾ പരിചയമൊക്കെ പറഞ്ഞ് അങ്ങനെ ചാറ്റിങ്ങും കാര്യങ്ങളും ചീറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് ഒരു ഭയങ്കരമായിട്ട് ബന്ധമായി പരിചയമായി അങ്ങനെ ഒരു കാണലായി അങ്ങനെ വലിയ ഒരു സൗഹൃദം. ആ അന്നത്തെ സൗഹൃദം ഇന്നത്തെ പ്രേമമായിട്ട് വളർന്നതാണ് ഉണ്ടായത്. അപ്പോൾ അല്ലാണ്ട് ഇവർ ഒരു സുപ്രഭാതത്തിൽ പണ്ട് പ്രേമിച്ചതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിനിടയിൽ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ പ്രേമിക്കുന്നു, കല്യാണം കഴിക്കാൻ നിശ്ചയിക്കുന്നു. അപ്പോൾ കല്യാണം കഴിക്കാനായിട്ട് അവൻ അവളുടെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ അവളുടെ വീട്ടിൽ അത്യാവശ്യം സാമ്പത്തികമുള്ളൊരു വീടാണ്. അമ്മയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുന്ദരി പെണ്ണാണ് അമ്മ, നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീയാണത്. ആ സ്ത്രീനെ ആദ്യം കല്യാണം കഴിച്ചുകൊണ്ട് വേറൊരു വ്യക്തിയാണ്. ആ വ്യക്തി കല്യാണം കഴിച്ചാലുണ്ടായതാണ് ഈ മേഘ. അപ്പോൾ അമ്മ കുടുംബം നല്ല സൗകര്യത്തിൽ ജീവിക്കുന്നതാണ്. പക്ഷെ ആ അച്ഛനായിട്ട് ഒത്തുപോകാനായിട്ട് ഈ മേഘയുടെ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. ഒരു കുട്ടിയായതിനു ശേഷം ഇവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഇയാളൊന്ന് ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ആ സ്ത്രീ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നിട്ട് കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ഈ അദ്ദേഹത്തിനെ എതിർത്തു. അദ്ദേഹത്തിന് ഡൈവോഴ്സ് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കോടതി കുറേ കീറി ഇറങ്ങി കുറേ പൈസകൾ നഷ്ടപ്പെട്ട് കുറേ മാനസിക വ്യഥകൾ ഉണ്ടായതിന് ശേഷമാണ് ഈ മനുഷ്യനായിട്ട് മേഘയുടെ അച്ഛനായിട്ട് ഡൈവോഴ്സ് കിട്ടിയത്. അതിനുശേഷം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുവോ അങ്ങനെയുള്ള ഒരു ഇതുകളും ഉണ്ടായിരുന്നില്ല. എല്ലാം ഉപേക്ഷിച്ച് പോയതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് വേറെ രണ്ടാമത് മേഘയുടെ അമ്മ കല്യാണം കഴിച്ചത്. ഇപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ട് ഒരു പാവം മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ആലോചനയായിട്ട് കൊണ്ടു ചെല്ലണത്. അവർ അന്വേഷിച്ചപ്പോൾ അമ്മയ്ക്കാന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രശ്നം നടന്ന കാരണം അമ്മ വളരെയധികം സ്കാൻ ചെയ്തിട്ടാണ് ഈ അഖിലിനെ തിരഞ്ഞെടുത്തത്. അഖിലിൻ്റെ നാട്ടിൽ അന്വേഷിച്ചു, കൂട്ടുകാരുടെ അടുത്ത് അന്വേഷിച്ചു, എല്ലാവർക്കും പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് പറയാനായിട്ട് ഒന്നുമില്ല. അത്ര നല്ലൊരു ചെറുപ്പക്കാരനാണ്. ആ സ്വന്തം അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയുള്ള സ്വത്തുകളാണ് എല്ലാം. അവർക്ക് നോക്കുമ്പോൾ ക്ലിയറാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? പച്ചക്കൊടി കാണിച്ചു. അവർക്കുണ്ടായ അതേ അനുഭവം തന്നെയാണ് ഇപ്പോൾ മേഘയ്ക്ക് സംഭവിച്ചത്. അതിനേക്കാളും ഭീകരമായിട്ട് വേറെ രീതിയിലാണ് ഇപ്പോൾ മേഘയ്ക്ക് സംഭവിച്ചത്. അതാണ് ഏറ്റവും വലിയ ഇത്. ആ അമ്മയുടെ ആരും ആ അമ്മേനെ മനസ്സിലാക്കുന്നില്ല, കാണുന്നില്ല. ആ കുടുംബത്തിനെ പറ്റിയിട്ട് ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും അഖിലിനെ കുറ്റം പറയാൻ സമ്മതിക്കില്ല. എല്ലാ കുറ്റം ആ പെൺകുട്ടീന് ഇതെല്ലാം സംഭവിച്ചത്. പെൺകുട്ടിക്ക് ഇതെല്ലാം എന്തിൻ്റെ കുറവുണ്ടായിട്ട് ചാടിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള മഹാ വൃത്തികെട്ട ഒരു ഇതാണ് നടക്കുന്നത്. ഇപ്പോൾ രേണു സുധീരെ കാര്യം പറഞ്ഞിട്ട് ക്യാൻസർ വന്നിട്ട് അതിന് വിടണ്ട. അതേപോലെ തന്നെ എന്ത് ചെയ്താലും പെണ്ണുങ്ങൾക്ക് കുറ്റമുള്ളൂ, ആണുങ്ങൾക്ക് ഒരു കുറ്റമില്ല. ആണുങ്ങളെല്ലാവരും പുണ്യാളന്മാർ. അപ്പോൾ അതെന്തായാലും ശരിയല്ല. അങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ മേഘയ്ക്ക് ഈ ബന്ധത്തിനോട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കണ്ടു, സംസാരിച്ചു, അങ്ങനെ അവർ ചാറ്റ് ചെയ്തു, നല്ല വീഡിയോ ആണെന്ന് പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് പ്രേമല്ലല്ലോ. അത് പ്രേമമായിട്ട് വ്യാഖ്യാനിച്ചിരുന്നു. മൂപ്പര് സുപ്രഭാതത്തിൽ പോയി പെണ്ണാലോചിച്ചത്. ആലോചിച്ചപ്പോൾ പിന്നെ അവൾക്കും മാറ്റി പറയാൻ പറ്റില്ല. അവൾക്ക് ഈ ഇത് ആലോചിക്കുമ്പോൾ തന്നെ ഈ അനൂപായിട്ട് ബന്ധമുണ്ട്, സ്നേഹമുണ്ട്, അവൾക്ക് പരിചയമുണ്ട്, എല്ലാം ഉണ്ട്. അവർ ഭയങ്കര ഒരു കോംബോയാണ്. അതുകൊണ്ട് പിന്നെ ഗത്യന്തരമില്ലാണ്ട് അവനാ ചെറിയ ജോലിയും കൂലിയും ഇല്ല, ഒന്നുമില്ല. അവൻ്റെ വീടാ ചെറിയ വളരെ കഷ്ടത്തിലാണ്. ലക്ഷം വീട് കോളനിയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ചെറുപ്പക്കാരനാണ്. ഇത്രയും വയസ്സായിട്ട് കല്യാണം വരെ കഴിച്ചില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു കുടുംബഭാരം മുഴുവൻ ചോക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അനൂപ്. അവനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു. അവനെ പറ്റിയിട്ട് ആ ലക്ഷം വീട് കോളനിയിൽ ഒരാൾക്ക് എതിരെ അഭിപ്രായമില്ല. അവൻ വലിയ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കിയില്ല. അവൻ വലിയ കഞ്ചാവാണ്, വലിയ ക്രൂരനാണ്, അവൻ ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞു. ഒന്നുമില്ല, ഒരു പാവം മനുഷ്യൻ. അദ്ദേഹം ഇപ്പോൾ വൈറലായി. മേഘരെ കല്യാണക്കാരനും എല്ലാ ഭാഷയിലും മൂപ്പരും പാനിന്ത്യൻ നടനായിട്ട് മാറി. അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പയ്യനാണ് അദ്ദേഹം. പെണ്ണ് പോലും കിട്ടാണ്ട്. പിന്നെ മേഘയായിട്ടുള്ള പ്രേമം കാരണം പിന്നെ മൂപ്പര് അതിപ്പോൾ അധികം കൊല്ലങ്ങളൊന്നും ആയിട്ടില്ല അങ്ങനെ പ്രേമമായിട്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ മൂപ്പർക്ക് ഗത്യന്തരമില്ലാണ്ട് ഒരു താലി പഠിക്കാൻ കാശില്ലാത്ത കാരനാണ് കല്യാണം കഴിക്കാത്തത് നമ്മൾ ചിന്തിക്കണം. ഒരു ചെറുപ്പക്കാരൻ്റെ ദുരവസ്ഥയിനത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ സാധാരണ ഒരു ജോലിയും കിട്ടാത്ത ആൾക്കാരാണ് ബസ് കടാനായിട്ട് ക്ലീനറായിട്ട് ചെന്ന് നിൽക്കുക. പിന്നെ ക്ലീനറായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടുന്ന് കണ്ടക്ടറാവും, പിന്നെ അത് കഴിഞ്ഞാൽ ഡ്രൈവറാവും, ഒക്കെ ആവും. അതാണ് ഈ ബസ് പണിയുടെ കാര്യങ്ങൾ. ബസ് പണിക്കാരെന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരെന്ന് പറഞ്ഞാൽ പൊതുവെ വിവാഹ മാർക്കറ്റിൽ ഒരു മാർക്കറ്റും ഇല്ലാത്ത ആൾക്കാരാണ്. അവരൊക്കെ പൊട്ട ശീലമാണ്, മോശം ശീലമാണെന്ന് പറയാം. പക്ഷേ അവരൊക്കെ നന്നായി കുടുംബം നോക്കുന്നവരാണ്. അവരൊക്കെ നല്ല മനുഷ്യന്മാരാണെന്ന് ഞാൻ അന്വേഷിച്ചത് എനിക്ക് മനസ്സിലാവാൻ കഴിഞ്ഞത് അതാണ്. അങ്ങനെയാണ് ഈ കല്യാണം നടക്കുന്നത്. കല്യാണം നടന്ന അന്ന് മുതൽ തന്നെ ഈ അഖിലിൻ്റെ വേറൊരു പ്രകൃത. മൂപ്പര് സിനിമ ഒരെണ്ണം ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്തു. മഹാരാജ കോസ്റ്റൽ അഗീസ്ല എന്ന് പറഞ്ഞൊരു പടം. അത് 16 നിലയിലെ പൊട്ടിയ OTTക്ക് പോലും വേണ്ടാത്തൊരു പടം അതെടുത്തത്.
അത് പൊളിഞ്ഞതോടുകൂടി ഭയങ്കര സാമ്പത്തിക നഷ്ടം അദ്ദേഹത്തിന് സംഭവിച്ചു. പിന്നെ ഏത് ഈശകളെന്നാന്ന് പറഞ്ഞിട്ടൊരു പടത്തെ അഭിനയിക്കുകയും ചെയ്തു. ഈ മൂപ്പർക്ക് മനസ്സിലായി ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാവണ പോലെ സിനിമയിൽ പറ്റില്ല എന്നുള്ളത്. സിനിമാഭിനയം മൂപ്പർക്ക് അവിടുന്ന് ഭയങ്കര തിരിച്ചടികൾ മാത്രമേ കിട്ടിയത്. ആ തിരിച്ചടികൾ കിട്ടുമ്പോഴും ഒപ്പം നിൽക്കുന്നുണ്ട് മേഘയ്ക്ക് ഇവനെ ഇഷ്ടമല്ലെങ്കിലും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ദിവസം രാത്രിയിൽ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയതൊന്നല്ല മേഘ. ഒരുപാട് ദിവസങ്ങൾ ഇതിൻ്റെ സൂചനകൾ കൊടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഈ അനൂപായുള്ള ബന്ധങ്ങളൊക്കെ ഈ അഖിലിനറിയാം. ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കും എന്നുള്ളത് അഖിലും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടാണല്ലോ മൂപ്പർക്ക് ഇത്ര പെട്ടെന്ന് ഓർക്കം ചെയ്യാൻ കഴിഞ്ഞതും പെട്ടെന്നൊരു വീഡിയോ ഇപ്പോൾ റീലിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ കഴിഞ്ഞതിൻ്റെ കാരണം അതൊക്കെയാണ്. അപ്പോൾ ഇത് പ്രതീക്ഷിച്ചതാണ്. അത് പ്രതീക്ഷിച്ച് ആ കുട്ടിയുടെ എടുത്തുചാട്ടം കൊണ്ടോ അനൂപിൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ടോ ചെയ്ത വഴി ശരിയായില്ല എന്ന് മാത്രം. അതിന് മാത്രം ആ കുട്ടീനെ ചീത്ത പറയാനോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് തെറി പറയാനോ അങ്ങനെയുള്ള അവസരങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർ ഒരുമിച്ച് അവർ ജീവിതം തുടങ്ങട്ടെ എന്നാൽ നമ്മൾ പറയാനുള്ള ആ കാര്യത്തിൽ. അങ്ങനെയാണ് ഈ അഖിലിൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങേര് ഈ മേഘ എന്ന് പറഞ്ഞ ആൾ കയറി വന്നത്. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അവിടെയും ഗത്യന്തരമില്ല. ഇറങ്ങി പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു വകുപ്പില്ല, 10 പൈസയുടെ വരുമാനമില്ല, അവനവൻ്റെ കുടുംബം നോക്കണം. പിന്നെ എങ്ങനെയാണ് ഇറങ്ങി ചെല്ലുക? അതും പറ്റില്ല. അങ്ങനെ ഒരു 1-2 കൊല്ലം ഉന്തി തള്ളി പോയതുകൊണ്ട് 2 കൊല്ലം അവൾക്ക് കുട്ടികളുണ്ടായില്ല. എന്താ കാരണം? അതെന്താ? കുട്ടികൾ ഇവൻ്റെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ഒരു ഒളിച്ചോട്ടത്തിന് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ വേണ്ടാന്ന് ഇവിടെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 പേരും കൂടി തീരുമാനിച്ചിട്ടുണ്ടാവും. അതായിരിക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ സിനിമയിൽ ഇവിടെ അഭിനയിച്ചിട്ടില്ല. ഇവിടുത്തെ ചില റീൽസുകൾ മാത്രം മുഖം കാണിച്ചിട്ടുള്ളൂ. എല്ലേന്നും പിന്മാറി നിൽക്കുന്ന ഒരു പ്രകൃതമാണ് മേഘ എന്ന് പറഞ്ഞാൽ. അങ്ങനെ വലിയ നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയൊരു കൊമ്പിയോ അല്ലെങ്കിൽ വലിയ വാലുള്ളതോ ഒന്നുമല്ല. ഒരു പാവം പെൺകുട്ടി. അതിന് സ്നേഹിച്ച ആളെ വഞ്ചിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷേ സ്നേഹിച്ചിരിക്കുന്ന ആൾക്ക് അതിനുള്ള ഒരു 10 രൂപ ഗതിയില്ലാത്തത് കൊണ്ട് ഇവൻ്റെ പളപ്പും പത്രാസും കാറും ബംഗ്ലാവും കണ്ട് വീട്ടുകാർ കഴിച്ചു കൊടുത്തു. അത് ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തി. അത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അവളെ സ്നേഹിക്കുന്നവരുടെ കൂടെ പോയി. അപ്പോൾ ആരുടെ ഹൃദയം നല്ലത്? മേഘയുടെ ഹൃദയമല്ല നല്ലത്? അനൂപല്ലേ നല്ല മനുഷ്യൻ? ഇതിൻ്റെ ഇടയിൽ കയറി വന്നത് ആരാ? വില്ലനായിട്ട് കയറി വന്നത് അഖിലല്ലേ? ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയയിലെ താരം അവനാണല്ലോ. എല്ലാവർക്കും അവനാണ് സപ്പോർട്ട് ചെയ്തോട്ടെ. ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറും കണ്ടൻറ്റ്, വീഡിയോ, സിനിമ എന്ന് മാത്രം പറഞ്ഞു നടക്കുക. പിന്നെ കല്യാണം കഴിച്ചെങ്കിൽ ഇവളെ മനസ്സൊന്ന് മാറ്റിയെടുക്കാനും ഇവളെ കൂടുതൽ സ്നേഹിക്കാനും ഇവളെ കൂടുതൽ ആത്മാർത്ഥമായിട്ട് കൊണ്ടു നടക്കാനും കഴിഞ്ഞില്ല. എവിടേക്കും 1-2 വിദേശ ടൂറൊക്കെ പോയിട്ടുണ്ട്, അതിലൊന്നും കാര്യമില്ല. അപ്പോൾ അതൊക്കെ സ്പോൺസർ പരിപാടികളാണ്. അതിന് പിന്നെ സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയില്ലല്ലോ. ഇതൊക്കെ ഇനി വരെ ജീവിതത്തിൽ നടന്നത്. ഇനിയും കുറേ പറയാനുണ്ട്, നമുക്ക് ഇനിയൊരു അവസരത്തിൽ പറയാം. ഇപ്പോൾ തന്നെ വീഡിയോ നീണ്ടുപോയി. അപ്പോൾ ഇത്രയും നേരം എന്നെ ക്ഷമിച്ച് എന്നെ സഹിച്ച് ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാ നല്ല പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.